കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയം അടർന്നു മാറിയിരിക്കുന്ന അവസ്ഥയിലാണ്. കാലിൻ്റെ ഉള്ളംകാലുകൾ, രണ്ട് ഉള്ളംകാലുകളിലും തീ വെച്ച് പഠിപ്പിച്ച പാടുകൾ, വിരലുകളുടെ അടിഭാഗം, രണ്ട് കാലുകളുടെയും വിരലുകളുടെ അടിഭാഗത്ത് ചൂട് വെച്ച് പഠിപ്പിച്ച ഭാഗം. പിന്നെ ശരീരത്തിൽ ഈ 50 മുറിവൊന്നുമല്ല, ഏതാണ്ട് ഉണങ്ങിയ മുറിവുകൾ തന്നെ ഏതാണ്ട് ഒരു 50ഓളം വരും. പുതിയ മുറിവുകൾ ഒരു 50 കൂടുതൽ മുറിവ് വരും. പിന്നെ ഇൻഫെക്ഷനായി, ഈ സ്നഗി വെച്ച് കൊടുത്തിട്ട് അവിടെ വൃത്തിയാക്കാതിൻ്റെ ഭാഗം അവിടെ ഇൻഫെക്ഷനായി, അവിടെ തന്നെ മാരകമായ മുറിവുണ്ട് ഇൻഫെക്ഷനായ സ്ഥലത്ത്. പിന്നെ കുഞ്ഞിന് അത്രത്തോളം ഒരു മനുഷ്യൻ്റെ ഒരു പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യന് പോലും താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള മുറിവാണ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ളത്. ഒരായുസ് മുഴുവൻ, മനുഷ്യായുസ് മുഴുവൻ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന 1.5 കൊല്ലം കൊണ്ട് ആ കുഞ്ഞ് അനുഭവിച്ചു എന്നുള്ളതാണ്. ഇത്രയും മൃഗീയമായി ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അഷ്കർ എന്ന നരാധമൻ അതിൻ്റെ അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ കിട്ടും. പിന്നെ ആ വീട് ഒറ്റപ്പെട്ടൊരു വീടാണ്, അതൊരു കുഴിക്കകത്തിരിക്കുന്ന ഒരു പാതാള ഇരിക്കുന്ന നരക വീടാണ്, അക്കാര്യം തർക്കമില്ല. എന്നാലും നാട്ടുകാരുണ്ടാവില്ലേ, ആരെങ്കിലുമൊക്കെ അറിയില്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞറിയില്ലേ? ഒരു കുഞ്ഞിക്കാലം അത്രയും ഒരു വീടിനകത്ത് കിടന്ന് നരകയാതന അനുഭവിക്കുന്നതും സൺഷെയ്ഡിൽ നിൽക്കുന്നതും ഒരു അയൽക്കാരൻ പയ്യൻ പറയുകയാണ്. ഇപ്പോൾ ഞാൻ അവനെ കുറ്റപ്പെടുത്തുകയല്ല, എന്ന് പറഞ്ഞാൽ സൺഷെയ്ഡിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ പറ്റി പറയാണ്. ആരും കാണുന്നില്ലേ? അതെന്തൊരു നാടാണ് അങ്ങനെയാണെങ്കിൽ? അത് ഈ അഷ്കർ എന്ന് പറയുന്ന ആള് ടാക്സി ഡ്രൈവറാണ്. വണ്ടി ഒതുക്കി നേരെ വീട്ടിൽ പോകുന്നു. പിന്നെ പൊതുജനങ്ങളും അയൽവക്കാരുമായിട്ട് ബന്ധമില്ല. ഈ കുട്ടി അവിടെ ഉണ്ടെങ്കിലും കുട്ടിയെ വെളിയിൽ ഇറക്കാറില്ല. യാദൃച്ഛികമായിട്ട് അന്ന് ആ ചെറുപ്പക്കാരൻ കണ്ടതാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും വെളിയിൽ അറിയാറില്ല. അവിടെ ചിലപ്പോൾ അത്യാവശ്യം കുടുംബക്കാർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇത്രയും ഒരു ക്രൂരമായ സംഭവം അവിടെ നടക്കുന്നുള്ള കാര്യം നാട്ടുകാർക്കും അറിയില്ലായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞു, കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞു. പക്ഷെ അത് അദ്ദേഹം പറഞ്ഞത് സൈക്കിളിൽ നിന്ന് വീണ് കൈ ഒടിഞ്ഞത്. 1.5 വയസ്സുകാരൻ സൈക്കിൾ ചവിട്ടുന്നത് എങ്ങനെയാണ് നമുക്കും ഊഹിക്കാൻ പറ്റാത്തതിനപ്പുറമാണ്. പക്ഷെ അതിനുശേഷമാണ് നാട്ടുകാർക്ക് ചെറിയ സംശയം തുടങ്ങിയത്. പക്ഷേ ഈ 29-ാം തീയതി ഈ കുഞ്ഞിന് ചോറ് കൊടുത്ത്, ആഹാരം കൊടുത്തു, കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ആഹാരം കുടുങ്ങി എന്നുള്ള നിലയിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ 30-ാം തീയതിയാണ്, മെനങ്ങാന്നാണ് 30-ാം തീയതി ഇൻക്വസ്റ്റ് നടത്തുമ്പോഴാണ് ഈ കുട്ടിയുടെ അവസ്ഥ ഞാനടക്കം നേരിട്ട് കാണുന്നത്. ഈ അവസ്ഥ കണ്ടപ്പോൾ നമുക്ക് മനുഷ്യനെ സഹിക്കാൻ പറ്റാത്ത നിലയിൽ